ഹാഷ്മിയും നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. വഖഫുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളിലും മുനമ്പം പോലെയുള്ള, വയനാട് പോലെയുള്ള, ചേലക്കരയിലെ മോസ്ക് അടക്കമുള്ള ഈ പാലക്കാടിനകത്തും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്ക് തള്ളുന്നുണ്ടോ? പാലക്കാടിനകത്ത് നിരവധി സ്ഥലങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നുണ പറയാം, അതിൽ വിശ്വസനീയത വേണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തിരിച്ചടിയായല്ലോ ദൈവമേ. ഏത് സ്ഥലം? ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? പാലക്കാട് ഒറ്റ സ്ഥലവും വഖഫ് ലിസ്റ്റില്ല. ഞാൻ ലിസ്റ്റ് തരാം. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. മുനമ്പം പോലെയുള്ള പ്രശ്നം വന്നപ്പോഴും, വയനാട് വന്നപ്പോഴും, ചേലക്കര വന്നപ്പോഴും ഒരു വിഷമമില്ലാതെ അത് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് മാധ്യമധർമ്മത്തിന്റെ ഒരു തരത്തിലും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ നടത്തിയപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. മുനമ്പത്ത് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. മുനമ്പത്ത് പോയി അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാധ്യമപ്രവർത്തകനാണ് ഞാൻ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. പാലക്കാട് ഒരു സ്ഥലം പറയാമോ? പാലക്കാട് ഒറ്റ 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 സ്ഥലം പറയാമോ? കള്ളം പറഞ്ഞു ഉല്ലാസ് ബാബു. ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. എനിക്കറിയില്ല. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. പാലക്കാട് ഒരു സ്ഥലം പറ. കള്ളം പറയരുത്, കള്ളം പറയരുത്, മുഖത്തോക്കി കള്ളം പറയരുത്. കള്ളം പറയുന്നു ആ പന്നെ. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. കള്ളം. പാലക്കാട് ഒരു സ്ഥലം പറ. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പാലക്കാട് ഒരു സ്ഥലം പറ. പാലക്കാട് ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? എനിക്ക് വ്യക്തമായ ബോധ്യമുള്ള ആര് പറഞ്ഞു? വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറിയണം. ഞാൻ ലിസ്റ്റ് തരാം. ഞാൻ ലിസ്റ്റ് തരാം. സർക്കാർ ലിസ്റ്റ് തരാം. ഞാൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുനമ്പത്ത് പോയി ഉല്ലാസേ ആ വിഷയത്തിൽ ഇറങ്ങി ബിജെപി ആളുകൾക്ക് കയറി കിടക്കുന്ന ബിജെപി ശബരിമല പോലെ സുവർണാവസരം കണ്ടു. ബിജെപി ശബരിമല പോലെ സുവർണാവസരം കണ്ടു. അല്ലേ? ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ.